ഹലോ ഡിയർ എക്സ് ആൻഡ് വൈ പാരൻസ്, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെന്റുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഒരു അക്കാഡമിക് ഇയറിൽ നമ്മൾ പാരൻസിന് വാഗ്ദാനം ചെയ്തൊരു കാര്യമായിരുന്നു എക്സ് ആൻഡ് വൈയുടെ പാരൻസ് ആപ്പ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കും എന്നുള്ളത്. ഇതാ എക്സ് ആൻഡ് വൈയുടെ പാരൻസ് ആപ്പ് നിങ്ങളുടെ കൈകളിലോട്ട് എത്തുകയാണ്. ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഓൾറെഡി ഇത് നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിന്റെ കൂടെ വീഡിയോയുടെ കൂടെ നൽകുന്നതാണ്. iOSൽ നമ്മുടെ ആപ്പ് കംപ്ലീറ്റ് ആണ്. പക്ഷേ iOS ആപ്പ് സ്റ്റോറിലോട്ട് കറക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ iOSലും ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തിനാണ് എക്സ് ആൻഡ് വൈ പാരൻസ് ആപ്പ് എന്നുള്ളത്? നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ ഇൻഫർമേഷനും ഒരൊറ്റ സ്ഥലത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പാരൻസ് ആപ്പ് ഉള്ളത്. പലപ്പോഴും നമുക്ക് അവരുടെ ലേണിംഗ് ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഓവർവ്യൂ കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കേണ്ടി വരും. എന്നാൽ ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ ക്ലിയർ ആൻഡ് ക്രിസ്പായിട്ട് നിങ്ങളുടെ കുട്ടിയുടെ ക്ലാസ് കാണുന്നതുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ അവരുടെ മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ എക്സ് ആൻഡ് വൈയുടെ പാരൻസ് ആപ്പ് എന്നുള്ളത്. എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ ജസ്റ്റ് പരിചയപ്പെടുത്തരാം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു അവർ മെന്റേഴ്സ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ പാരൻസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഒരു ഹോം പേജ് ആണ് കാണുക. ഹോം പേജിന്റെ ഫസ്റ്റ് തന്നെ അനൗൺസ്മെന്റ്സ് ഉണ്ടാവും. അടുത്ത എക്സാംസ് എന്താണ്, അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്, അത് എന്നാണ് നടക്കുന്നത് തുടങ്ങിയ അനൗൺസ്മെന്റ് മേലെ തന്നെ ഉണ്ട്. രണ്ടാമത്തത് പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിൽ ഒരു ഓവറോൾ വ്യൂ, കുട്ടി എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ദിവസത്തെ സ്ട്രീക്ക് ഉണ്ട്. സ്ട്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12 days എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 12 ദിവസം കുട്ടി ആപ്പിൽ ലോഗിൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മിനിമൽ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത്. അടുത്തൊരു എക്സാമിലോട്ട് ഇനി എത്ര സമയം ബാക്കിയുണ്ട്, അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റി ഹീറ്റ് മാപ്പ് എങ്ങനെയാണ്, അതായത് ഒരു ലേണിംഗ് ആക്ടിവിറ്റി ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുട്ടി ഫ്രീക്വന്റ് ആയിട്ട് ഇത് കാണുന്നുണ്ട്, ഏതൊക്കെ ദിവസമാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ദിവസമാണ് യൂസ് ചെയ്യാത്തത് തുടങ്ങിയ ഒരു ഹീറ്റ് മാപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു ഹോം ഡാഷ്ബോർഡിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ആസ് പാരൻസ് നിങ്ങൾക്ക് ഒരു കുട്ടിയെ സംബന്ധിച്ചൊരു ഏകദേശ ധാരണ കിട്ടും. എന്ന് മാത്രമല്ല, ഇനി കുറച്ചുകൂടി ഡീപ്പറായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അക്കൗണ്ട് സെറ്റിംഗ്സിലോട്ട് പോയി കഴിഞ്ഞാൽ, സപ്പോസ് നിങ്ങളുടെ 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ ഇങ്ങനെ എക്സ് ആൻഡ് വൈയിൽ പഠിക്കുന്ന ഒരുപാട് കേസസ് ഉണ്ട്. നിങ്ങളുടെ കുട്ടികൾ തമ്മിലുള്ള പ്രൊഫൈൽസ് ഇവിടെ സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം അവരുടെ ഫീ പേയ്മെന്റ് ഡീറ്റെയിൽസ്, എത്രത്തോളം ഫീ ആണ് നിങ്ങൾക്ക് പേ ചെയ്യാനുള്ളത്, അതിൽ എത്ര നിങ്ങൾ പേ ചെയ്ത് തുടങ്ങിയ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. പ്ലസ് ഒരു പേഴ്സണലൈസേഷൻ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് മലയാളം ഭാഷ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്വിച്ച് ഹിയർ ഓർ യു ക്യാൻ സ്വിച്ച് ദ മോഡ് ആൾസോ, ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്, ടോഗ്ലിങ്ങും എന്താണ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഒരു അക്കൗണ്ട് സെക്ഷൻ മുഴുവനായിട്ട് എന്നാണ് ജോയിൻ ചെയ്തത്, ഏത് ബാച്ചിലാണ്, എത്രയാണ് ഫീ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അക്കൗണ്ട് സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി അടുത്തത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ചാപ്റ്റേഴ്സ് ആണ്. ഈ ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ വിഷയങ്ങളിലും ഏതെല്ലാം ചാപ്റ്റേഴ്സ് ആണ് കുട്ടിക്ക് അസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും അതിൽ എത്ര പെർസെൻറ്റേജ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ അൽഗോരിതം വെച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. കുട്ടി എത്രത്തോളം വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ ഡേറ്റ എല്ലാം നമ്മൾ എടുത്തിട്ട് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് ഇത് നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ കുട്ടികളുടെ ഒരു കംപ്ലീഷൻ റേറ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പെർസെൻറ്റേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കുട്ടി എവിടെയാണ് വീക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മെട്രിക്കാണ് ഈ ചാപ്റ്റേഴ്സ് എന്നുള്ളത്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓർഗനൈസ്ഡ് ആയിട്ട് സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് എക്സാം ലിസ്റ്റിംഗ് സെഷൻ ആണ്. ഇപ്പൊ എക്സാം സെഷനിലോട്ട് നിങ്ങൾ ചെന്നാൽ അടുത്ത എക്സാം എവിടെയാണ്, ഏപ്രിലുള്ള, മേയിലുള്ള, ഓരോ മന്തിലുള്ള ഈ പ്രോഗ്രസ് എന്തെല്ലാമാണ് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ ഓൾ അപ്കമിങ് എക്സാം ഈ ഒരു എക്സാം സെഷനിൽ ചെന്നാൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് എക്സാംസിന് വേണ്ടിയുള്ള റിമൈൻഡർ ഷെഡ്യൂൾ എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എക്സാം ഡേറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ വരും. ഇപ്പോൾ കുട്ടിയുടെ എക്സാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാംസ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് നിങ്ങൾ പോയാൽ മതി. അപ്പോൾ ഹോം നമ്മൾ കണ്ടു, ചാപ്റ്റേഴ്സ് കണ്ടു, എക്സാമും നമ്മൾ കണ്ടു, റൈറ്റ്. ഇനി എക്സാം ഡീറ്റെയിൽസ്, ഓരോ എക്സാമും കംപ്ലീറ്റ് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പൊ എക്സാം അറ്റൻഡഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ, അറ്റൻഡ് ചെയ്താൽ അവരുടെ നോർമൽ റാങ്ക് എന്താണ്, കോമ്പറ്റേറ്റീവ് റാങ്ക് എന്താണ്. നോർമൽ റാങ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ മാർക്സ് ഒന്ന് തന്നെ വരുന്ന കുട്ടികളുണ്ടാവും. അവിടെ നമ്മൾ നോർമൽ റാങ്ക് ആണ്. എന്നാൽ മേ ബി ഒരു കട്ട് ഓഫ് ഒക്കെ വെച്ച് വരുമ്പോൾ ഉള്ള റാങ്ക് ആണ് കോമ്പറ്റേറ്റീവ് റാങ്ക് എന്നുള്ളത്. എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട്, എത്ര കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, എത്ര ഇൻകറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, എത്ര അൺആൻസേർഡ് ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റിലെയും എക്സാമിന്റെ സ്പെസിഫിക് ആയ ഡീറ്റെയിൽസ് ഗ്രാഫിക്കലായിട്ട് നിങ്ങൾക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്, റൈറ്റ്. അപ്പോൾ ഒരു കംപ്ലീറ്റ്
കംപ്ലീറ്റ് എക്സാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ എക്സാം ടാബിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഓരോ എക്സാമിൻ്റെതും നിങ്ങൾക്ക് ലഭിക്കും. പ്ലസ് അവിടെ ചാപ്റ്റേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഒരു ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടത്, എന്തെല്ലാമാണ്, റെക്കോർഡ് ആണോ, ലൈവ് ആണോ, എക്സാം ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഷെഡ്യൂളിൽ അവൈലബിൾ ആണ്. വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് റിമൈൻഡർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുട്ടിയെ റിമൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റിമൈൻഡർ നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. റൈറ്റ്, ഓക്കെ. ഇനി അടുത്തത് പ്രോഗ്രസ് എന്ന് പറയുന്ന ടാബാണ്. അപ്പോൾ പ്രോഗ്രസ്സിൽ എന്താണ് അവരുടെ മാർക്ക് അല്ലെങ്കിൽ റാങ്ക് അല്ലെങ്കിൽ സ്ട്രീക്ക് തുടങ്ങിയ കാര്യങ്ങളും അതോടൊപ്പം ഇനി ടോട്ടൽ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് ഗ്രാഫിക്കലായിട്ട് നിങ്ങൾക്ക് കാണാം. അതിന് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് സ്പെസിഫിക് ആയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസിലി നിങ്ങൾക്ക് ഈ ഡാറ്റ എല്ലാം ആക്സസബിൾ ആയ രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം കുട്ടിയുടെ ആക്ടിവിറ്റി ഹീറ്റ് മാപ്പ് കാണാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ദിവസവും കുട്ടി എത്രത്തോളം ലോഗിൻ ചെയ്യുന്നുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഈസിലി റീഡബിൾ ആയിട്ടുള്ള വിഷ്വൽ റിപ്പോർട്ട്സ് ആണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ നിങ്ങൾക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് X&Y പാരൻസ് ആപ്പ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം, ഉപയോഗിക്കണം. ഇതിന്റെ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും കിട്ടാത്ത ആളുകൾ ഇത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യണം. കാരണം നിങ്ങളുടെ കുട്ടിയെ ട്രാക്ക് ചെയ്യാൻ അതോടൊപ്പം തന്നെ അവർക്ക് ഇംപ്രൂവ്മെന്റ്സ് നിശ്ചയിക്കാനൊക്കെ നമുക്ക് പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടമാണ്, അവരുടെ ലേണിംഗ് ബിഹേവിയർ കണ്ടെത്താവുന്ന ഇടമാണ് X&Y പാരൻസ് ആപ്പ് എന്നുള്ളത്. So definitely this is one of the biggest work that we have done over last year. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സിലൊന്നാണ്. ഐ റിയലി അപ്രീഷിയേറ്റ് നമ്മുടെ ടെക്നിക്കൽ ടീം പ്ലസ് മെന്റേഴ്സ് പ്ലസ് ഫാക്കൽറ്റീസ് ഓൺ വർക്കിംഗ് ഓൺ ദിസ്, ഓക്കെ, ടു മേക്ക് തിങ്സ് വെരി ഈസി ഫോർ പാരൻസ്. സോ ഹോപ്പിംഗ് ഫോർ എ വണ്ടർഫുൾ അക്കാഡമിക് ഇയർ അഹെഡ് ആൻഡ് തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റ് ഫെലോ പാരൻസിലോട്ട് ഈ ഇൻഫർമേഷൻ കാര്യങ്ങൾ നിങ്ങൾ എത്തിക്കുകയും ചെയ്യുക. സോ ദാറ്റ് X&Y നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, സോ താങ്ക്സ് അ ലോട്ട് ആൻഡ് വിഷിംഗ് യു എ വെരി ഗുഡ് ലേണിംഗ് എക്സ്പീരിയൻസ് വിത്ത് X&Y ലേണിംഗ്. ബൈ.